ഹലോ എല്ലാവർക്കും LHGയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയുന്ന പോലെ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മളായിട്ട് പാർട്ണർ ചെയ്തിരിക്കുന്നത് മാൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. മാൻ മാറ്റേഴ്സിൻ്റെ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. പൊതുവെ നമ്മൾ എല്ലാവരും പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധമാണിത്. കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങാറുള്ളത്. നമ്മൾ ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങാറുള്ളത്. എക്സാമ്പിൾ ഒരു ഷാമ്പൂ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ വാങ്ങുമ്പോൾ ഒരു ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ആശ്രയിക്കുക അഡ്വർടൈസ്മെൻറ്റിനെയാണ്. അപ്പോൾ അതുകൊണ്ട് സോളിൽ നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹെയർ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് സ്കാൽപ്പ് കണ്ടീഷനാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷനാണ്. പൊതുവെ ഇപ്പോൾ കമൻസ് ആയിട്ടായാലും DM-കളായിട്ടായാലും വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ്, ഞാൻ ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, എൻ്റെ തലയിലേക്ക് ഏത് ഓയിൽ യൂസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള ചോദ്യം നിരന്തരം വരുന്നതാണ്. ആ ഒരു ചോദ്യം ചോദിക്കുന്നവരോട്, പിന്നെ അത് ചോദിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിൽ അല്ലെങ്കിൽ എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷനാണ്. സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓയിലി ആവാം, ഡ്രൈ ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആവാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓയിൽ യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ തലയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ള സ്കാൽപ്പ് ടൈപ്പിനെയാണ് നമ്മൾ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അത്തരം സ്കാൽപ്പിൻ്റെ ടൈപ്പുള്ള ആൾക്കാരാണ് ശരിക്കും ഓയിൽ യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഓയിൽ അത്യാവശ്യം സെക്രീറ്റ് ആവുന്ന സ്കാൽപ്പാണെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സാധാരണ രീതിയിൽ ഡാൻഡ്രഫ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കുന്നതാണ്. ഡാൻഡ്രഫ് തന്നെ രണ്ട് രീതിയിൽ വരുന്നതാണ്. ഡ്രൈ ഡാൻഡ്രഫ് വരുന്നുണ്ട്, ഓയിലി ഡാൻഡ്രഫ് വരുന്നുണ്ട്. ഡ്രൈ ഡാൻഡ്രഫിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതായത് നമുക്ക് ഓയിലിനെസ്സിൻ്റെ കുറവ് കൊണ്ട് വരുന്ന ടൈപ്പ് ഡാൻഡ്രഫാണ് ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈനെസ്സിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഓയിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഓയിലിൻ്റെ സെക്രീഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. കൂടുതൽ ഓയിലിൻ്റെ പ്രശ്നം വരുമ്പോൾ മെലിസീസിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആക്ട് ചെയ്ത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഡാൻഡ്രഫിന് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഡിഫറൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷൻ എന്ന് പറയുന്ന കാര്യം ആദ്യം കണക്കിലെടുത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഈവൺ ഒരു ഷാമ്പൂ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഷാമ്പു കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് കുറച്ചും കൂടി ഡ്രൈ ആവാനുള്ള അവസ്ഥ വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ള ആൾക്കാർ ഓയിലിനെ ആശ്രയിക്കുക. അതേസമയം ഷാമ്പൂ എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾ കുറച്ച് ആശ്രയിക്കുക. അതേസമയം ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, ഷാമ്പൂവിന് കൂടുതൽ ആശ്രയിക്കുക. അങ്ങനെ ഷാമ്പൂസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള സൾഫേറ്റ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള കെമിക്കലെല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പൂ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്കാൽപ്പിൻ്റെ ടൈപ്പാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പലരും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്കാൽപ്പിൻ്റെ ടൈപ്പാണ്. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. മാൻ മാറ്റേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹെയർ ഗ്രോത്ത് ടോണിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റാണിത്. മാൻ മാറ്റേഴ്സിന് തന്നെ ഒരു പ്രോഡക്റ്റ് ഞാൻ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി എനിക്ക് ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ളതാണ്. ഹെയർ റിഗ്രോത്ത് എന്ന് പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പോൾ മാൻ മാറ്റേഴ്സിൻ്റെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു തരം സർവീസാണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. റിഡൻസിലാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. റിഡൻസിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, റിഡൻസിൽ എന്ന് പറഞ്ഞാൽ ഹെയർ റിഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റഡീസിൻ്റെ ബേസ് ചെയ്ത് ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിഡൻസിൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റിഗ്രോത്തിന് ഒരുപാട് സാധ്യത ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷനും മുകളിൽ റിസൾട്ട് തരാൻ സാധ്യതയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റിഡൻസിൽ എന്നാണ് പറയുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നാച്ചുറലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. റിഡൻസിൽ ഒരു സീറം ഫോമിലാണ്, കോസ്മെറ്റിക് പ്രോഡക്ട്സിലാണ് റിഡൻസിൽ വരാറുള്ളത്. ആ റിഡൻസിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോ പാൽമെറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലെങ്കിൽ, സോ പാൽമെറ്റോ എന്ന് പറയുന്നത് ഒരു DHT ബ്ലോക്കറാണ്. DHT ഹെയർ ലോസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് DHT ഹെയർ ലോസ് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന
ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. പാൽമെറ്റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഹെയർ ടോണിക്കിൻ്റെ കൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ഡെർമാ റോളറാണ്. ഡെർമാ റോളറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഡെർമാ റോളറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് പോയി നോക്കുക. ഡെർമാ റോളറിനെ കുറിച്ച് ഞാൻ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡെർമാ റോളിങ്ങിനെ പറയുന്ന വേറെ പേരാണ് കൊളജൻ ഇൻഡക്ഷൻ തെറപ്പി എന്ന് പറയുന്നത്. ഡെർമാ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മൈക്രോ ഇഞ്ചുറീസിൽ ഹീലിംഗ് നടന്ന് കൊളജൻ്റെ പ്രൊഡക്ഷൻ കൂടി അതിനുശേഷം ഹെയർ ഗ്രോത്ത് നടക്കാനുള്ള ചാൻസസ് ഉണ്ടാവുന്നതാണ് ഡെർമാ റോളറിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസിലൊക്കെ പറയുന്നത്. ഡെർമാ റോളർ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല പക്ക റിസൾട്ടുകളൊക്കെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരു പരിധിവരെ ആൾക്കാർക്ക് നല്ല റിസൾട്ട് വന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡെർമാ റോളറും ഈ ഒരു ഹെയർ ഗ്രോത്ത് ടോണിക് എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോഡക്റ്റ് കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. റിഡൻസിനെ കുറിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ റിഡൻസിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. റിഡൻസിൽ വെച്ചിട്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ സ്റ്റഡീസ് ഇപ്പോഴും കംപ്ലീറ്റ് അല്ല. തിയറി വൈസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനോക്സിലിനേക്കാളും റിസൾട്ട് തരുന്നതാണ്. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മിനിമൽ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വെച്ച് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കൂടെ വരുന്നത് 0.5 mm ഒരു ഡെർമാ റോളറാണ്. നിങ്ങൾക്ക് ഈ 2 പ്രോഡക്ട്സും കൂടി യൂസ് ചെയ്യാം. തിയറി വൈസ് ഇത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. നിങ്ങൾക്ക് മാൻമാറ്റേഴ്സിൻ്റെ സൈറ്റിൽ പോയിട്ട് ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങാം. LHG 10 എന്ന് പറഞ്ഞുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 10% ഓഫിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. മാൻമാറ്റേഴ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ടോണിക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ പലപ്പോഴും പല അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങാൻ പോകാറുള്ളത്. ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങാൻ പോകാറുള്ളത്. അങ്ങനെ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ഷാമ്പൂസ്, വളരെയധികം വലിയ ബ്രാൻഡുകളുടെ കീഴിൽ വരുന്ന ഷാമ്പൂസൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ്, പാരബിൻസ്, അത്തരം അതുകൂടാതെ ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ചീപ്പ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ വലിയ പ്രൈസസ് ആയിട്ടുള്ള അവർ പ്രോഡക്ട്സ് വിൽക്കുക. നമ്മൾ പരസ്യങ്ങളൊക്കെ കണ്ട് വലിയ സിനി ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ പക്ക ക്വാളിറ്റി ഷാമ്പൂസ് ആണെന്ന് നമ്മൾ വിചാരിച്ച്, ഷാമ്പൂസ് എന്ന് മാത്രമല്ല എന്തൊരു പ്രോഡക്റ്റ് ആയാലും പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങും. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒട്ടും ആലോചിക്കില്ല, ചിന്തിക്കില്ല, നോക്കില്ല. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഷാമ്പൂവിൻ്റെ ആയാലും ഓയിലിൻ്റെ ആയാലും എന്തൊരു തരം പ്രോഡക്ട്സിലായാലും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ലിസ്റ്റുകൾ ഞാൻ തന്നിട്ടുള്ളതായിരുന്നു. ഇതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നോക്കുക. കാരണം ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഒരു പ്രോഡക്റ്റ് നല്ലതാണോ അതല്ലെങ്കിൽ അത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കുക. ആദ്യം പറഞ്ഞ കാര്യം സ്കാൽപ്പ് ടൈപ്പാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കണക്കിലെടുക്കണം. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പറയില്ല. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് ഇൻ 360 degrees.